ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനെ തല്ലി എന്നുള്ളൊരു ഞാൻ നിങ്ങൾ മീഡിയ വഴി ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ അറിവിൽ ഞാനിത് കേൾക്കുകയോ ഇതിനു മുമ്പ് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ അങ്ങേരെ തല്ലിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ശിക്ഷയായിട്ട് ഞാൻ ഇതൊക്കെ കണക്കാക്കും. കാരണം എന്താ വെച്ചാൽ ഒരു കാരണവശാലും അത്രയും ധിക്കാരമായിട്ട് അത്രയും വലിയൊരു നടനെ തല്ലാൻ പാടില്ല. അച്ഛൻ്റെ പ്രായമുണ്ട്. അതിനെനിക്ക് ഭയങ്കര ഞാൻ കേട്ടപ്പോൾ അത് സത്യമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയുന്ന സത്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, അത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ? ദൈവം മുകളിൽ നിന്ന് ഇതെല്ലാം കാണും. ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ കുട്ടി ഇപ്പൊ പരാതി കൊടുത്തതിന്റെ പേരിൽ അതിനു മുമ്പ് തന്നെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്, ഇല്ലേ? ഇപ്പൊ നല്ലൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഇതൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ഈ ക്യാരവൺ എന്ന് പറഞ്ഞതിനകത്ത് ക്യാമറ ഇല്ല. അതൊരു സത്യം. എന്തും കൊണ്ട് തെളിയിപ്പിക്കും. ഞാൻ പണ്ട് പറഞ്ഞ പോലെ പുരുഷന്മാർക്ക് എന്താണ് സേഫ് ഉള്ളത്? ഒരു സേഫ് നിങ്ങൾക്കില്ല, ഞങ്ങൾക്ക് സേഫ് ഉണ്ട്. എന്തുകൊണ്ട് ഇപ്പൊ ഈ ഷിയാസ് കരീമിന്റെ കാര്യം ചോദിച്ചു, എന്തുകൊണ്ട് ആ സ്ത്രീയുടെ സൗണ്ട് പോലും നമ്മൾ ആരെങ്കിലും കേട്ടോ? എന്താണ് ഒരാളെ മാത്രം നിങ്ങൾ ക്രൂശിക്കുന്നത്? ചിലപ്പോൾ അതിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 110% അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. പക്ഷെ നമ്മൾ മറുവശം കൂടെ അറിയണ്ടേ? ഇദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞായി, ഫാമിലി ഉണ്ട്, തെറ്റുകൾ കുറെ ചെയ്തിട്ടുണ്ടാവാം. അത് തെളിഞ്ഞു വന്നാൽ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ഞാൻ അതിന് ഒരിക്കലും ഞാൻ ആ സൈഡ് നിൽക്കുന്നതല്ല. ഇപ്പുറത്തെ സൈഡും കൂടെ നമ്മൾ നോക്കണം. ആ സമയത്ത് എന്താ ഈ ഒരു വർഷം എന്തായിരുന്നു?